സിനിമയിൽ അഭിനയം പോലെയുള്ള ക്രിയേറ്റീവ് മേഖലകൾ ഏത് തന്നെയാണെങ്കിലും അവസരങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ദിവസങ്ങളുടെയും മാസങ്ങളുടെയും അപ്പുറത്തേക്ക് ചിലപ്പോൾ വർഷങ്ങളുടെ തന്നെ കാത്തിരിപ്പ് ആവശ്യമായി വന്നേക്കാം. തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ വളരെ പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ആ സമയത്ത് നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല എങ്കിൽ നിങ്ങൾ ഇത്രയും ആഗ്രഹിച്ചൊരു അവസരം കിട്ടിയിട്ട് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ റിജക്ഷൻ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ അഭിനയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിർബന്ധമായും വേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഐ എം ചലഞ്ചർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കാത്തിരിപ്പിൻ്റെ ഡ്യൂറേഷൻ അത് എത്രയാണെങ്കിലും ആ കാലം അത്രയും നമ്മളുടെ ആക്ടറിനെ പോളിഷ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ്, ഒരുപക്ഷെ നിങ്ങളുടെ അത്തരം സുഹൃത്തുക്കൾ ഇല്ല എങ്കിൽ ഇപ്പം ഇൻസ്റ്റാ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് വഴി, അതായത് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ആക്ടറിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം മറ്റേതൊരു സ്കിൽ പോലെ തന്നെയാണ് അഭിനയത്തിനും പരിശീലനം ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് വഴിയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിനയം പിന്നീട് കണ്ടുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിനയത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ തയ്യാറെടുപ്പുകൾക്ക് ശേഷം നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവസരങ്ങൾക്ക് കൂടി വേണ്ടി ഉപയോഗിക്കുക. ഈ വഴി മാത്രമേ നമുക്ക് പുതിയ കാസ്റ്റിംഗ് കോൾസിലൂടെ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. അരങ്ങിലും അണിയറയിലുമുള്ള സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇപ്പൊ നമുക്ക് അറിയാത്ത സിനിമാ പ്രവർത്തകരെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് എന്ന് കണ്ടെത്തി ഇപ്പോൾ പ്രധാനമായിട്ടും അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, പുതിയ ഡയറക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരുടെ എല്ലാം ഒഫീഷ്യൽ വെരിഫൈഡ് ആയിട്ടുള്ള പേജുകൾ, പ്രൊഫൈലുകൾ കണ്ടെത്തി അവരെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പുതിയ സിനിമകളുടെ പ്രാരംഭഘട്ടത്തിൽ ആ പ്രൊഫൈലുകളിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന കാസ്റ്റിംഗ് കോൾസ് കണ്ടെത്തി അതിൽ പറയുന്ന പ്രകാരം അപ്ലൈ ചെയ്യുക. ഈ കാസ്റ്റിംഗ് കോൾ എന്നുള്ളത് അങ്ങനെ എപ്പോഴും കാണാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരു സിനിമ ഓണായി വന്ന് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ പുറമേ നിന്ന് ആക്ടേഴ്സിനെ വേണോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാസ്റ്റിംഗ് കോൾ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കാത്തിരിക്കുക, അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്ന പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഡു നോട്ട് ബി ചീറ്റഡ്, വഞ്ചിതരാകാതിരിക്കുക. ഇപ്പം പണം തന്നാൽ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഒരാൾ സമീപിക്കുകയാണെങ്കിൽ, ഇനി അത് യഥാർത്ഥ സിനിമാ പ്രവർത്തകനാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ വഞ്ചിക്കപ്പെടും. ഇന്ന് യഥാർത്ഥ മലയാള സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിനോ പ്രൊഡക്ഷൻ ഹൗസസിനോ ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് പണം വാങ്ങിച്ച് സിനിമ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം ആവശ്യങ്ങളുമായിട്ട് നിങ്ങളെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ വഞ്ചിതരാകാതിരിക്കുക. ഓക്കെ, ഇനി ഫേക്ക് കാസ്റ്റിംഗ് കോൾസിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ സിനിമാ പ്രവർത്തകരുടെ പേരിലോ അല്ലെങ്കിൽ സിനിമാ നടീനടന്മാരുടെ പേരിലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന കാസ്റ്റിംഗ് കോൾസ്, അതുപോലെ കാസ്റ്റിംഗ് കോൾസ് എന്ന പേരിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമുക്ക് ഒരുപാട് കാണാം. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വരുന്ന ഫേക്ക് കാസ്റ്റിംഗ് കോൾസിലോ പെട്ടിട്ട് വഞ്ചിതരാകാതിരിക്കുക. ഇത്തരം ഗ്രൂപ്പുകൾ പലപ്പോഴും കാണുമ്പോൾ വളരെ ജെനുവിനായിട്ട് തോന്നും. കാരണം പല പോസ്റ്റുകളും ഇത് ഒറിജിനൽ കാസ്റ്റിംഗ് കോൾസ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ 10 എണ്ണത്തിൽ 2-3 എണ്ണം അത്തരത്തിലും ബാക്കി 7-8 എണ്ണം ഫേക്ക് കാസ്റ്റിംഗ് കോൾസ് ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കത് വളരെ ജെനുവിനായിട്ട് തോന്നും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഒറിജിനൽ കാസ്റ്റിംഗ് കോൾ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്ത് അതിലെ ഫോൺ നമ്പറും മെയിൽ ഐ ഡി മാറ്റിക്കൊണ്ട് ഇവരിങ്ങനെ തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ കാസ്റ്റിംഗ് കോൾസ് ഗ്രൂപ്പുകൾ കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾസ്, അങ്ങനെ ഒരു ഓതറൈസ്ഡ് കാസ്റ്റിംഗ് കോൾസ് ഗ്രൂപ്പ് ഒന്നും തന്നെ ഇല്ല. ഫെഫ്ക അങ്ങനെ ആരെയും അതിന് ചുമതലപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ആക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മലയാളം സിനിമയ്ക്കകത്തുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. അത് ചെയ്യുന്നത് മലയാള സിനിമയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരാണ് ചെയ്യുന്നത്. ആ ഗ്രൂപ്പുകൾ ഒരുപാട് പേര് മെമ്പേഴ്സും ആണ്. അത് പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പാണ്. അത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഷോക്കേസ് യുവർ സെൽഫ്. ഇപ്പോൾ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയധികം അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. പക്ഷെ പലരും ഒരു പോർട്ട്ഫോളിയോ അറ്റാച്ച് ചെയ്ത് കാണാറില്ല. പക്ഷെ പിന്നീട് അവരുടെ മെസ്സേജ് വായിച്ച് അവരുടെ ആഗ്രഹം അത്രമേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷെ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത സമയത്ത് അതിലൊരു DP പോലും കാണില്ല. പറഞ്ഞു വന്ന് അഭിനയിക്കാൻ അത്രമേൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു വളരെ വലിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റ, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും നിങ്ങളവിടെ പോസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കഴിവ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാറ്റുക. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 1-2 വർഷങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. ഇപ്പോൾ നമ്മളിത് 2026 ഈ വീഡിയോ ചെയ്യുന്നു, 2025, 2024 എന്തിന് 2023 വരെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള പല ആളുകളെയും
നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഇൻസ്റ്റയിലൂടെ റീലായിട്ടും ഷോർട്സ് ആയിട്ടും എല്ലാം കണ്ട ആൾക്കാരാണ്. അവർ അവരുടെ ടാലൻറ്റ് ഞങ്ങൾ സിനിമയിൽ വന്നിട്ടേ പ്രകടിപ്പിക്കൂ എന്ന് കരുതിയിരുന്നിരുന്ന ആൾക്കാരല്ല. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവർ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ പ്രൊഫൈൽ, ഒരു പോർട്ട്ഫോളിയോ അതുവഴി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുവഴി അവർക്ക് സംഭവിച്ചത് എന്താണ്? ഒരിക്കലും അവർ ഫിലിം മേക്കേഴ്സിനെ അന്വേഷിച്ച് പോവുകയല്ല ഉണ്ടായത്, ഫിലിം മേക്കേഴ്സ് അവരെ അന്വേഷിച്ച് ചെല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു ഫിലിം മേക്കറിനെ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം, യെസ് എനിക്കൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടെന്നുള്ള കാര്യം. അടുത്ത പോയിന്റ് എനിക്ക് നിങ്ങളോട് കുറച്ചും കൂടെ പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യമാണ്. അതായത് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ അതിന് മുന്നേ അല്ലെങ്കിൽ ആ സമയത്തും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് അതിന് വേണ്ടി വരും. അപ്പോൾ ആ സമയം അത്രയും ഒരുപക്ഷെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തൊരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ തന്നെ ഒരുപക്ഷെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ട് നിലവിലുള്ള ഒരു ജോലി കളഞ്ഞുകൊണ്ട് ഒരിക്കലും സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു 100 പേരാണെന്ന് കരുതുക, 100 പേരല്ല എങ്കിലും ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന ഒരു 100 പേരാണെങ്കിൽ അതിൽ 70 പേരും അത്ര കാര്യമായ വരുമാനം സിനിമയിൽ നിന്ന് കിട്ടുന്നവരല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു 30 പേരായിരിക്കാം ഒരു പക്ഷേ വളരെ വലിയ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന, വളരെ വലിയ വരുമാനം സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ആൾക്കാരായിട്ടുള്ളത്. അപ്പോൾ അവരെ കണ്ടുകൊണ്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗം പൂർണ്ണമായിട്ടും കട്ട് ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് ശ്രമിക്കുന്നത് അതൊരു നല്ല തീരുമാനമായിരിക്കില്ല. എനിക്കറിയാം നിങ്ങളിൽ ഭൂരിഭാഗം പേരും പറയുന്നത് നിങ്ങൾ സിനിമയെ സമീപിക്കുന്നത് ഒരു വരുമാന മാർഗമായിട്ടല്ല, ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അതെനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്, നിങ്ങൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് ശ്രമിക്കുമ്പോൾ പോലും നിങ്ങളുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാന മാർഗം, നിങ്ങളുടെ ഇൻകം ഇല്ലാതാക്കിക്കൊണ്ട് ശ്രമിക്കാതിരിക്കാൻ നോക്കുക. ഞാനിത് പറയാൻ കാരണം, ഒരുപക്ഷെ നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ നിന്നും അങ്ങനെ വലിയ വരുമാനം നിങ്ങൾക്ക് ലഭിച്ചോളണമെന്നില്ല. അത് പ്രധാനമായിട്ടും ഒരു പക്ഷേ വർഷത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു സിനിമയ്ക്ക് ആയിരിക്കാം ലഭിക്കുക. ഇനി അതല്ല, വർഷത്തിൽ 1, 2, 3 സിനിമകൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ 5, 10 ഡേയ്സ് മാത്രമാണ് നിങ്ങളുടെ ഡേറ്റ് സിനിമയ്ക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി റൺ ചെയ്യാൻ പാകത്തിന്, ആ എൻറ്റയർ ഇയർ ഒരു ഫാമിലി റൺ ചെയ്യാൻ പാകത്തിനുള്ളൊരു വരുമാനം നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ പൂർണ്ണമായിട്ട് കിട്ടിയേണ്ട സാഹചര്യം തന്നെ വന്നേക്കാം. അതുകൊണ്ട് സിനിമയ്ക്കൊപ്പം തന്നെ, നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം തന്നെ, നിങ്ങൾ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ, നിങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ജോലി ക്വിറ്റ് ചെയ്യാതെ ആ ഒരു ജോലി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി ഞങ്ങളെപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ സിനിമയെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് സിനിമ നിങ്ങളെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അന്ന് നിങ്ങൾക്ക് അവസരങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾക്ക് വരുമാനം കൂടെ സിനിമയിൽ നിന്ന് ലഭിക്കാനായിട്ട് തുടങ്ങും. അതൊരു പ്രോസസ്സാണ്. നമ്മളങ്ങ് പെട്ടെന്ന് കയറി അപ്രോച്ച് ചെയ്യേണ്ട ഒരു വഴിയല്ല. വളരെ സാവധാനം, അതൊരു ടൈം എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഈ വീഡിയോയിലെ അവസാന പോയിന്റിലേക്ക് വരാം. അതായത് കഴിയുമെങ്കിൽ നിങ്ങൾ ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും തന്നെ ആക്ടിംഗ് വർക്ക്ഷോപ്പുകളുണ്ട്. ഇപ്പോൾ നേരത്തെ കാസ്റ്റിംഗ് കോഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിലും കുറച്ചധികം ഫേക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അവിടെയും നമ്മൾ നമ്മുടെ പക്വതയോടുകൂടി ആക്ടിംഗ് വർക്ക്ഷോപ്പുകളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തി അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആക്ടിംഗ് വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് കുറച്ച് സാമ്പത്തികമായിട്ട് ചിലവ് വരുന്ന മേഖലയാണ്. കാരണം നമ്മളൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയി അത് അറ്റൻഡ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വരുന്ന ഫാക്കൽറ്റീസ്, ആക്ടിംഗ് ട്രെയിനേഴ്സ്, അവർക്കൊക്കെയുള്ള ഒരു ഫീസ് നമ്മൾ മനസ്സിൽ കാണേണ്ടതാണ്. അതെന്തായാലും ചിലവുള്ളൊരു കാര്യമാണ്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ പാക്കേജുകളാണ് ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾക്ക് വരിക. അപ്പോൾ നമ്മൾ ഇത്തരം ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ പങ്കെടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമുക്ക് നമ്മളിലെ ആക്ടറിനെ പോളിഷ് ചെയ്യാനും നമ്മളുടെ ആക്ടറിനെ കണ്ടെത്താനും തിരുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ആക്ടിംഗ് ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുവരുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ പ്രശസ്തരായ ഡയറക്ടേഴ്സും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ മുന്നിൽ നമ്മുടെ കഴിവ് പ്രദർശിപ്പിക്കാനൊരു അവസരവും കൂടുതൽ ബന്ധങ്ങളിലേക്ക് നീളുന്ന ഒരു അവസരം കൂടിയാണത്. ഒരുപക്ഷെ അവരിലൂടെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ സിനിമയുടെ ആദ്യ ചുവട് സംഭവിക്കുന്നത്. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ അപ്പുറത്തേക്ക് ചില ക്യാമ്പുകളുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡയറക്ടേഴ്സിൻ്റെയും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ കണ്ടെത്തി, ഈ സിനിമകൾ കണ്ട് റീസെൻ്റായിട്ട് ഇറങ്ങുന്ന സിനിമകളിലെ ക്രെഡിറ്റ്സ് ശ്രദ്ധിച്ച് കണ്ടെത്തി അവരെ ഫോളോ ചെയ്ത് അവരുടെ അപ്ഡേറ്റ് അറിയുമ്പോൾ ഇത്തരം ആക്ടിംഗ് വർക്ക്ഷോപ്പുകളെക്കുറിച്ചും കാസ്റ്റിംഗ് കോളുകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തായാലും വളരെ വ്യക്തമായ
കാരണം വളരെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ആക്ടിങ് കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യുക, പിന്മാറരുത്. ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും അവസാനമായിട്ട് പറയുന്നത്, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതും സിനിമയിലെ ഏത് ക്രിയേറ്റീവ് സൈഡ് മേഖലകളിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പും അങ്ങനെ പെട്ടെന്ന് നടക്കുന്നതല്ല. വളരെയധികം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പിന്മാറാതെ നിരാശരാകാതെ മുന്നോട്ട് ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.